ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനും എന്റെ അമ്മയും കൂടി കൊല്ലം കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കപ്പളിപ്പാറന്ന് ബസ് കയറി നേരെ പോയി ഇറങ്ങിയത് സ്റ്റേഡിയത്തായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവനെയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് കൊല്ലംകോട്ടേക്ക് ബസ് കയറി. നമുക്ക് പോണ സ്ഥലം ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. നമ്മൾ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എവിടെ എത്തും, എന്താ ചെയ്യുക, എങ്ങനെ ഇപ്പോൾ അവിടെ എത്തുക എന്നുള്ള ചിന്തയായിട്ട് എന്റെ അമ്മയുടെ മനസ്സിലോടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഷോറൂമിലേക്ക് പോകണം കേട്ടോ. അവിടെ നമ്മൾ വണ്ടി നിരക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ചാർജ് തീരാറായി. വഴി ഏതാണെന്നറിയില്ല, സാധനങ്ങളൊക്കെ നോക്കിയിട്ടാ പോകുന്നത്. ഞങ്ങളോട് എത്തുമ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടനെ ചോദിച്ചു എവിടെയാണ് നല്ല ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഞാനും കഴിക്കാൻ പോകണം, ഞങ്ങളോട് വന്നോ എന്നുള്ളത്. അങ്ങനെ ഹോട്ടലെത്തി ഓർഡർ ചെയ്ത് റാവുത്തർ ബിരിയാണി. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു സാധനം കഴിക്കാനായി. അവിടെ നേരെ ഇറങ്ങിപ്പോയത് ഷോറൂമിലേക്കായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ സ്റ്റാഫ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നിട്ടായിരുന്നു. അല്ല അമ്മ ഇപ്പൊ ചിന്തിക്കുന്നത് എപ്പോഴാണ് വീടത്തെ, എപ്പോഴൊന്ന് പാല് കറക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം എന്റെ അമ്മ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് വന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള വണ്ടി കയറി നിന്ന് കാലെത്തുന്നില്ല, കയ്യെത്തുന്നില്ല, ഇരിക്കാൻ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മ. എന്ത് വന്നാലും അമ്മയുടെ വണ്ടിനെ പോലെ വരില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിയിൽ അവിടെ കണ്ട പെട്രോപ്പിൽ ഒന്ന് കയറിയിട്ടാ. അമ്മ വാങ്ങി തരില്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് എടുത്ത് കൊഞ്ചിക്കാൻ തോന്നിയിട്ട് കയറിയതാണ്. അവിടെ ഉണ്ടായിരുന്ന 2 പൊമേറിയൻ ബ്രീഡ്സ് ആയിരുന്നു. പോയ 5 മിനിറ്റ് തന്നെ ഞാൻ അവളെ കൊണ്ട് കയ്യൊക്കെ കൊടുക്കാൻ പഠിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഡിയം പോയി ഇറങ്ങി. അവിടെ ഞാനുണ്ടായിരുന്നു. അപ്പൊ അത് 1 കിലോ മേടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. പോണ വഴിയിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ പിള്ളേർ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വീടെത്തുമ്പോഴേക്കും. അപ്പൊ ഇന്ന് അത്രയേ